ഇസ്രായേലിൽ പ്രക്ഷോഭകാരികളും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടി 10 പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരം പുറത്തുവന്നു. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടും യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ടുമാണ് ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ വലിയ രീതിയിലുള്ള സമര കാര്യങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയത്. അത് പ്രക്ഷോഭമായി മാറി. മാത്രവുമല്ല, പ്രതിപക്ഷവും ഭരണപക്ഷത്തിൽപ്പെട്ട ആളുകളും ജനങ്ങളും സംഘടിച്ചുകൊണ്ടാണ് സർക്കാരിനെതിരെ ഇപ്പോൾ ശക്തമായിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത്. നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്യുന്നതും ഗവൺമെന്റ് ഉദ്യോഗ മേഖലയിലേക്ക് ഇടച്ചു കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകളാണ് ഇതിൻ്റെ ഇടയിൽ വിഷയമായിട്ട് പുറത്തു വരുന്നത്. അതിന് സർക്കാരിന്റെ പോലീസും സൈനികരും പ്രതിരോധം സൃഷ്ടിക്കുന്നു. അങ്ങനെ സൈനികരും ജൂത വിഭാഗവും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വ്യത്യസ്ത മേഖലയിലൊക്കെ സംജാതമായിരിക്കുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിലെ ജൂത വിഭാഗം അവിടുത്തെ സൈനികരുമായി ഏറ്റുമുട്ടി അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഭവമൊന്നും ഈ കാലം വരെ ഇല്ലാത്തതാണ്. എല്ലാ കാലത്തും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് ചെയ്തിരുന്നത്. പലസ്തീൻ യുദ്ധത്തോടുകൂടി അതിന്റെ രീതികൾക്കും രൂപങ്ങൾക്കൊക്കെ മാറ്റങ്ങളുണ്ടായി. അവർ സുരക്ഷിതരല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. 6 മാസമായിട്ടും ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും അല്ലെങ്കിൽ 100% ഇസ്രായേൽ ഗവൺമെന്റിന്റെ പരാജയമാണ്. അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഒന്നുകിൽ ഗവൺമെന്റ് രാജിവെച്ചു ചെയ്യണം. ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം കൂടി വരികയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ സമുച്ചയത്തിലും വീടിന്റെ സമുച്ചയത്തിലും ഗവൺമെന്റ് ഉദ്യോഗ മേഖലയിലൊക്കെ ഇപ്പോൾ സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങുവായുകയാണ്. അതോടൊപ്പം തന്നെ അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളും അതിനെ നേരിടുന്ന സംവിധാനവും ഇസ്രായേൽ സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇഞ്ചുറികൾ ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ മുഖാമുഖം രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയത്തിന്റെ ഗൗരവവും കാഠിന്യവും ഓരോരോ ദിവസം കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു നടക്കുന്ന ഒരു യുദ്ധത്തിന് വലിയ രീതിയിൽ ശ്രദ്ധ പുലർത്താൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പൊ തന്നെ കാരിയൂണിസിന്റെ ഭാഗങ്ങളിൽ നിന്നും തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ സൈനികരെ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ തീരുമാനിച്ചത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്തുകൊണ്ട് സൈനികർക്ക് മരണം ഉണ്ടാക്കുക എന്നല്ലാതെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നിടത്തേക്ക് ഇസ്രായേലിൽ സൈന്യം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എത്തുകയും ചെയ്തിരിക്കുന്നു. കരാർ വ്യവസ്ഥ പ്രകാരമൊന്നുമല്ല ഇപ്പൊ സൈനികരുടെ പിന്മാറ്റം ഉണ്ടായത് എന്നൊരു പ്രത്യേകതയുണ്ട്. അവർ സ്വയം തന്നെ മാറിപ്പോവുകയാണ്. ആ മാറിപ്പോകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് രൂക്ഷമായിരിക്കുന്ന ആക്രമണം നടക്കുന്നു, വലിയ രീതിയിലുള്ള മരണങ്ങൾ നടക്കുന്നു. ഇസ്രായേലി സൈനികരും അവരുടെ ടാങ്കുകളും അവരുടെ സൈനിക കവചിത വാഹനങ്ങളും തകർക്കപ്പെടുന്നു. അതിന് ബദലായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാതെ പോകുന്നു. ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് സൈനികരുടെ പിന്മാറ്റം അവർ പൂർത്തിയാക്കുന്നത്. ഇപ്പം നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗസയുടെ അകത്ത് ഗസയും ഇസ്രായേലും ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം 100% ഇസ്രായേലിലെ ജനങ്ങൾ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നിരുന്നു. തങ്ങളുടെ രാജ്യത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ഒരു അക്രമത്തിന് എതിരെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നിലപാടിനോടും തങ്ങൾക്ക് യോജിപ്പാണ്. തങ്ങളുടെ ബന്ദികളെ മോചിപ്പിച്ചു തരികയാണ് തങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും തങ്ങൾക്ക് അത് സാധിക്കും എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ആര് പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞ കാര്യവും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് ദിവസം നീളുന്നതിനനുസരിച്ച് ബന്ദിമോചനം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. മോചനം അവർക്ക് നടക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പം 6 മാസം കഴിഞ്ഞു. ചില ബന്ദികളൊക്കെ അവിടുന്ന് മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം പോലും കിട്ടാത്തൊരു സ്ഥിതിവിശേഷം വരുന്നു. അതിന് ബദലായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഹമാസ് അതിന് മറുപടി പറയുന്നു. പലസ്തീനികൾ ഇസ്രായേൽ ജയിലിൽ വെച്ചോ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം തിരിച്ചു കൊടുക്കാറില്ല. തിരിച്ചു കൊടുക്കുന്ന മൃതദേഹത്തിന് ആന്തരികാവയവങ്ങൾ ഉണ്ടാവാറില്ല. വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലോകം അത് വിശ്വസിച്ചിട്ടില്ല. ലോകം വിശ്വസിച്ചത് ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വഭാവങ്ങളും രീതികളും ശൈലികളും ഇങ്ങനെയൊക്കെയാണ്. ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ഒരു വിഭാഗമാണ് ഇസ്രായേലിലെ സൈന്യവും ഇസ്രായേലിലെ ഗവൺമെന്റും എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷമാണ്. ഇപ്പോഴത്തെ അതിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരോടൊപ്പം, അതായത് ജൂത വിഭാഗത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലി ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്നുള്ളതും അവർക്കത് സാധിക്കുന്നില്ല എന്നുള്ളതുമാണ്. സുരക്ഷിതത്വത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇസ്രായേലിലെ ജൂത വിഭാഗത്തിന് ഒരു സുരക്ഷിതത്വവുമില്ല.
സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ പാലസ്തീനിലെ വിഷയങ്ങൾക്ക് അവസാനം ഉണ്ടാവണം. പാലസ്തീനിലെ വിഷയങ്ങൾക്ക് എങ്ങനെ അവസാനം ഉണ്ടാവണം? അവരുടെ രാജ്യം, അവരുടെ ദേശം സ്വതന്ത്രമാവണം. സ്വതന്ത്ര റിപ്പബ്ലിക് ആവുന്ന സമയത്ത് മാത്രമേ ഇസ്രായേലിൽ ജൂതന്മാർക്ക് സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ പറ്റൂ എന്നൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ഏത് തരത്തിൽ പറഞ്ഞാലും ജനം അത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്രതിനിധികൾ പോലും എത്താത്ത രീതിയിലുള്ള വിഷയം വല്ല കാരണവശാൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട ഒരു സ്ഥിതി വിശേഷവും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. രാജ്യത്തിനകത്തുള്ള എല്ലാവിധ നഗര പ്രാന്ത പ്രദേശങ്ങളിലും മുഴുവനും ഗവൺമെന്റിന് വിരുദ്ധ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അലയടിക്കുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രാജ്യത്തിലുള്ള പ്രക്ഷോഭങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്ന സമയത്ത് ഗസയുടെ അകത്ത് നടക്കുന്ന യുദ്ധത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. സർവ്വ മേഖലയിലും പ്രതിസന്ധിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പായ്ക്കപ്പലായി യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മാറിയിരിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടും അഭിമാനത്തിന് വേണ്ടിയിട്ടുമാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് ചില ഘട്ടങ്ങളിലൊക്കെ ഇസ്രായേൽ തന്നെ പറഞ്ഞു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടില്ല, മുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ പക്ഷേ അവിടെ ഒന്നും അവർക്ക് വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. അവർ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി 6 മാസം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക ട്രൂപ്പിനോടല്ല ഇസ്രായേൽ എന്ന് പറയുന്ന സൈനികർ ഏറ്റുമുട്ടുന്നത്. ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സൈനിക വിഭാഗത്തോട് മാത്രം, അല്ലെങ്കിൽ ആയുധ വിഭാഗത്തോട് മാത്രം ഏറ്റുമുട്ടി 6 മാസം കഴിഞ്ഞിട്ടും ലക്ഷ്യം കൈവരിക്കാതെ വല്ലാത്ത രീതിയിൽ ജീവശ്വാസം നേടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ആഭ്യന്തര വിഷയങ്ങൾ അതിരൂക്ഷമായ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുമെന്നൊക്കെ ആ പറയുന്ന പല്ലവി ഇപ്പോഴും ആവർത്തിക്കുന്നു. അത് വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. അങ്ങനെ കടുത്ത പ്രതിസന്ധിയിലേക്ക് വീണ്ടും ഇസ്രായേൽ കൂപ്പ് കുത്തി മാറുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.